അല്ല, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അവർക്ക് സന്തോഷമല്ലേ വരേണ്ടത്? എന്തിനാ അവരിങ്ങനെ ബേജാറാവുന്നത്? തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് സ്ഥാനാർത്ഥി. എന്നാണോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അപ്പോഴാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ, അപ്പോൾ നമുക്കറിയാം നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ലയോ എന്ന്. അവരുടെ സ്ഥാനാർത്ഥിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അസ്വസ്ഥതയും ഇവിടെ ഇല്ല എന്നതിൻ്റെ ഒരു മനോവിഷമം അവർക്കുണ്ടാവും. സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാനാകും. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുമല്ലോ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ. അതിലൊരു അസ്വാഭാവികതയില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. അത് മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുക, കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന ഒരു സാമ്പത്തിക ഉപരോധമുണ്ട്. കേരളത്തിനെതിരായിട്ടുള്ള ഒരു സാമ്പത്തിക യുദ്ധം, ആ അനീതി, അത് ചർച്ച ചെയ്യപ്പെടും. നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയും ജനാധിപത്യവും ഒക്കെ നേരിടുന്ന വെല്ലുവിളി, അതിനെതിരായ ജനങ്ങളുടെ പ്രതിരോധം, ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അനീതിയും നമ്മുടെ രാജ്യത്തെ തന്നെ ശിഥിലമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങൾ, വർഗീയ ധ്രുവീകരണത്തിലുള്ള നീക്കങ്ങൾ, അതിനെതിരെ ഇടതുപക്ഷം സ്വീകരിക്കുന്ന ശക്തമായ നിലപാട്, കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ചർച്ച ചെയ്യപ്പെടും. എല്ലാം ചർച്ച ചെയ്യപ്പെടണം. മറ്റൊന്ന് UDF ആരോപിക്കുന്നത് LDFന് സ്ഥാനാർത്ഥിയില്ല, അതുകൊണ്ടാണ് ആ നിലയ്ക്ക് ചർച്ചകൾ പോലും ഇല്ലാത്തത്. അത്തരമൊരു പ്രതിസന്ധി CPM നേരിടുന്നത്. അല്ല, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അവർക്ക് സന്തോഷമല്ലേ വരേണ്ടത്? എന്തിനാ അവരിങ്ങനെ ബേജാറാവുന്നത്? തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് സ്ഥാനാർത്ഥി. എന്നാണോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അപ്പോഴാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ, അപ്പോൾ നമുക്കറിയാം നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ലയോ എന്ന്. അവരുടെ സ്ഥാനാർത്ഥിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അസ്വസ്ഥതയും ഇവിടെ ഇല്ല എന്നതിൻ്റെ ഒരു മനോവിഷമം അവർക്കുണ്ടാവും. അതിനിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഒരു അനിശ്ചിതത്വം, ഒപ്പം തന്നെ PV അൻവറിൻ്റെ മുന്നണി പ്രവേശനത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു. UDF ഒരു തൃശങ്കൂലാണോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ? ഞാൻ സത്യത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പൊതുവെ കമൻറ്റ് ചെയ്യാറില്ല. അത് അവരുടെ ഒരു പ്രശ്നമാണ്. അവരകപ്പെട്ടിരിക്കുന്ന ഒരു ദുരന്തമാണ്. അതിലിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നും പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ അത് അനുഭവിക്കട്ടെ എന്ന് പറയുക മാത്രമേ ഇപ്പോൾ നമുക്ക് നിർവാഹമുള്ളൂ. PV അൻവറിൻ്റെ ഫാക്ടർ LDFന് എതിരായി പ്രവർത്തിക്കുക ഉപതെരഞ്ഞെടുപ്പ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ വിശദീകരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞ ഒരു ഫാക്ടറും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമേ നിലമ്പൂരിലില്ല. നിലമ്പൂരിലെ ജനങ്ങളുമായിട്ട് സംബന്ധിച്ചാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാനും കഴിയും. ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ UDFൻ്റെ സ്ഥാനാർത്ഥിക്കനുസരിച്ചായിരിക്കുമോ LDFൻ്റെ സ്ഥാനാർത്ഥി? ആ നിലയ്ക്കാണ് പ്രചാരണം. അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഞങ്ങളുടെ പ്രശ്നമേ അല്ല. ഞാനിപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പോലും ഏതെങ്കിലും തരത്തിൽ കടന്ന അഭിപ്രായം പറഞ്ഞില്ലല്ലോ. അവരുടെ സ്ഥാനാർത്ഥി ആരാണ് എന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. അവരുടെ സ്ഥാനാർത്ഥി ആരു തന്നെയായാലും ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ കഴിയുന്ന, മികച്ച വിജയം നേടാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയായിരിക്കും ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുക. അത് UDFൻ്റെ സ്ഥാനാർത്ഥി ആരെന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമേ അല്ല. ഞങ്ങൾ ആ ഭാഗമേ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അവരായി അവരുടെ പാടായി. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി പ്രതീക്ഷിക്കാൻ പറ്റുമോ? നിലമ്പൂർ മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിലും ജയിച്ചിട്ടുണ്ട്, സ്വതന്ത്ര ചിഹ്നത്തിലും ജയിച്ചിട്ടുണ്ട്, രണ്ടും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന ചിഹ്നത്തിലേ മത്സരിപ്പിക്കൂ എന്നൊരു വാശി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും തിളക്കമാർന്ന വിജയം നേടാൻ കഴിയുന്ന സർവ്വസ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ വരും. ഇപ്പോൾ നമുക്ക് അവിടെ നിൽക്കാം. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് വിശദീകരിക്കുന്നത്. ക്യാമറമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം നിലമ്പൂരിൽ നിന്ന് ഷബീർ ഉമർ, മീഡിയ 1.